ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പൊരിച്ച ചിക്കൻ വെച്ചിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ നമുക്ക് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നല്ല കുമിച്ച് തന്നെ എടുക്കണം കേട്ടോ, ഒത്തിരി അധികം തന്നെ എടുക്കണം. കാശ്മീരി ചില്ലി ആയ കാരണം അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് ഗ്രീൻ ചില്ലിയൊക്കെ ഇതിൽ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒരുപാട് പുളിയുള്ളത് വേണ്ട കേട്ടോ. കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ചെറുനാരങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കുന്ന ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കൈ വെച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 സവോള ഇങ്ങനെ ചെറിയ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സവോളേനെ എല്ലാം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് സവോള ചെയ്യാം. ഒന്നുകിൽ ഇതിനെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ വഴറ്റിയിട്ട് സാധാരണ ഗ്രേവിക്കാക്കില്ല അതുപോലെ ചെയ്യാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത് നമ്മൾ ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഈ 4 സവോളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു കടായി ചൂടാക്കാൻ വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സവോള പകുതി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് സവോള നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ മുൻപ് ഒരുപാട് വീഡിയോസ് ബിരിയാണിയുടെ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മൾ 2 ട്രിപ്പും സവോള ഇങ്ങനെ നന്നായിട്ടെല്ലാം വറുത്ത് കോരുകയാണ് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണേ. അപ്പം നമ്മൾ സവോള എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ ഇപ്പം ആ സവോള വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് പറക്കി വെക്കാം. ഞാനപ്പോൾ ആ ചിക്കനെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഈ പാനിൽ നിന്ന് ഇപ്പം മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമ്മൾ വറുത്ത് വെച്ച ഈ സവോള ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സവോള. ഇതിൽ നിന്ന് ഒരല്പം ഗാർണിഷ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു സവോള വറുത്തത്രയ്ക്കും നമുക്കിതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നമുക്കൊന്ന് കൈ വെച്ച് ഇവിടെ പൊടിച്ച് വയ്ക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ 2 ഉണ്ട വെളുത്തുള്ളി, അതുപോലെ ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി, 10 പച്ചമുളക്, ഇത് ഞാൻ ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 3 തക്കാളി, ഇത് മീഡിയം ടൈപ്പ് വലുപ്പത്തിലുള്ള 3 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പുതിനയില, 1 കപ്പ് മല്ലിയില, ഇത്രയുമാണ് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയും വേണം, അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കാം. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ചില്ലേ, അതൊന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ അപ്പോൾ നമ്മളിട്ട ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മിക്സ് ചതച്ചതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ആ 3 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാം. നമുക്കപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈവച്ച് പൊടിച്ച് വെച്ച സവോള ഉണ്ടല്ലോ ഫ്രൈ ആക്കിയത്, അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കനും കൂടെ ഈ മിക്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച പുതിനയില, ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ. പുതിനയില, അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞ് ഞാനിവിടെ ഇപ്പോൾ അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചും ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി പകുതിയും കൂടി ഉണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ നീര്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് റൈസ് വേവിക്കാൻ വെക്കാം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കിതാ ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു തക്കോലം അത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്. ഇനി അതൊന്ന് തിളയ്ക്കുന്ന വരയ്ക്കും നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതാ ഞാനിപ്പോൾ ഇതിലേക്കുള്ള റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, പക്ഷേ കൈമ റൈസാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. നിങ്ങൾക്ക് 20 മിനിറ്റ്സോ അല്ലെങ്കിൽ മാക്സിമം 30 മിനിറ്റ്സ് വരെ വെള്ളത്തിൽ കുതിർത്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു സ്റ്റെയിനറിലേക്ക് വെച്ച് അതിൽ വെള്ളമെല്ലാം വാർത്ത് കളയാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചേക്കാണ്. ഇനി നമ്മളുടെ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഏത് ഗ്ലാസ് കൊണ്ടാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അരി, ആ സെയിം ഗ്ലാസ് തന്നെ വെച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. നമ്മളെപ്പോഴും വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഈ റൈസിന് വേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ റൈസ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഉണ്ടല്ലോ, വെള്ളം വാറ്റി വെച്ചിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് ഒന്ന് തിള വരുന്നത് വരയ്ക്കും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റാം. ഇതാ ഇപ്പോൾ ഇതിൽ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മൂടി തന്നെ വെക്കാം, എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒരുപാട് അങ്ങ് കുത്തിക്കോരി ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇതിൽ നിന്ന് ഒരു പകുതി ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഒന്ന് വെച്ചിട്ട് ദമ്മിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഈസി ആയിട്ടുള്ള വഴിയാണ്. നിങ്ങൾക്ക് 2-3 ലെയർ വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒറ്റ ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരല്പം ഗരം മസാലയുടെ പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, ഗ്രേവി, അത് ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫുള്ള് ഞാൻ ഈ ഒരു ഒറ്റ ലെയർ തന്നെ ഞാൻ ആക്കുന്നുള്ളൂ. അപ്പം ഞാൻ ആ ചിക്കൻ ഫുള്ളായിട്ട് ഇവിടെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിലേക്ക് നമ്മളിനി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ മാറ്റി വെച്ച റൈസ് ഫുള്ളിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലയുടെ പൊടി കുറച്ച് വിതറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം വറുത്ത സവോളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പം മൈദയൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇപ്പം ഇതൊന്ന് വെച്ച് അടയ്ക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ അടച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇതൊന്ന് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് ബിരിയാണിയുടെ.
ഇതാ അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുൻപ് ഇതിൻ്റെ നമ്മളുടെ ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു 4 ടൈപ്പ് ചമ്മന്തീസൊക്കെ ചമ്മന്തി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.